എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ റോബിൻ അവളാണെങ്കിൽ ആ ഇല്യൂഷൻസിനെ എല്ലാം തന്നെ തൂക്കിയെടുത്ത് നിലത്ത് ആഞ്ഞടിക്കുകയാണ്. അതിനുശേഷം ടെററായിട്ട് അവൾ അങ്ങനെ ദൂരേക്ക് ഓടും. മറ്റൊരു ഭാഗത്ത് ഒറോച്ചി അവനാണെങ്കിൽ ടെററായിട്ട് ആ കാസ്റ്റിലിന്റെ ഓരോ ഭാഗമായി തീ കൊളുത്തിക്കൊണ്ടേയിരിക്കും. റോബിൻ ആണെങ്കിൽ ഇവിടെ ഓടി ഓടി ഒരു ഭാഗത്തെത്തുമ്പോൾ ബ്രൂക്കും അവളുടെ അടുത്തേക്ക് വരും. സത്യത്തിൽ വളരെ ക്ലവറാണ്. ഞാൻ കരുതിയത് നീ ആ ഇല്യൂഷനിൽ വീണു പോവാന്നാണ്, പക്ഷേ നീ അതിൽ വീഴാതെ കൃത്യമായിട്ട് പിടിച്ചു നിന്നു. അതിന് റോബിൻ ആണെങ്കിൽ ഫുൾ കലിപ്പില് ഇപ്പോൾ അവനോട് പറയും, അവർ ചെയ്തത് വലിയ തെറ്റാണ്. എന്റെ ഇമോഷൻസ് വെച്ചാണ് അവർ കളിച്ചത്. സോ ഒരു കാരണവശാലും ഞാൻ അവരെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ മുൻപോട്ടേക്ക് ഓടിക്കൊണ്ടേയിരിക്കും. അതേസമയം ബ്ലാക്ക് മറിയ വില്ലത്തിയും അവളുടെ അസിസ്റ്റൻസും അവരാണെങ്കിൽ അവളുടെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കും. അവർക്ക് ഭയങ്കര അത്ഭുതം, ഇതുവരെ ആരും തന്നെ ബ്ലാക്ക് മറിയയുടെ ആ ഒരു ഇല്യൂഷൻ പവറിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടില്ല. ഇതാദ്യമായിട്ടാണ് റോബിൻ അവള് നൈസായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് അവരെ തിരികെ അറ്റാക്ക് ചെയ്യുന്നത്. അവരാണെങ്കിൽ വീണ്ടും വീണ്ടും റോബിനോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും, സത്യത്തിൽ നിനക്ക് അവരെ ആരെ ഇഷ്ടമല്ലല്ലേ? അവരോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും നീ അവരുടെ രൂപത്തെ ദ്രോഹിക്കില്ലായിരുന്നു. പക്ഷേ നീ അത് ചെയ്തു. ഇവിടെ ബ്രൂക്കിനാണെങ്കിൽ റോബിനെ കഴിഞ്ഞും കൂടുതൽ പേടിയും ടെൻഷനും ഉണ്ട്. അവൻ അങ്ങനെ മുൻപോട്ടേക്ക് ഓടി ഓടി പതിയെ അവനാണെങ്കിൽ ആ വില്ലത്തിയുടെ ഇല്യൂഷനിൽ പെട്ടുപോകും. അവൻ ചുറ്റും നോക്കും, ആരെയും കാണാനില്ല. അപ്പൊ ദൂരത്തായിട്ട് അവൻ കാണും അവന്റെ പഴയ ക്യാപ്റ്റൻ. ആളങ്ങനെ അവന്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. ബ്രൂക്ക്, ഞാൻ നിനക്ക് വേണ്ടിയാണ് ഇത്രയും കാലം വെയിറ്റ് ചെയ്തിരുന്നത്. നമ്മുടെ ടീംമേറ്റ്സ് എല്ലാവരും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ആണെങ്കിൽ അവന്റെ ടീംമേറ്റ്സിനെ അവിടേക്ക് കൊണ്ടുവന്ന് പാട്ട് പാടാനായിട്ട് ആരംഭിക്കും. അത് കേൾക്കുമ്പോൾ ബ്രൂക്കിന് ഭയങ്കര സന്തോഷം. അവൻ അടുത്തുണ്ടായിരുന്ന ഒരു പിയാനോ വായിച്ച് പഴയ ടീമിന്റെ കൂടെ തിരികെ ഒന്നു ചേർന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ബ്രൂക്ക് ആണെങ്കിൽ മ്യൂസിക് വായിച്ച് വായിച്ച് പഴയ മെമ്മറീസിലേക്ക് കടന്നു പോവാണ്. അവർ കപ്പലിൽ എല്ലാവരും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തതും പാട്ട് പാടിയതും മ്യൂസിക് വായിച്ചതും ഒരു വലിയ ഷാർക്ക് അത് അവരുടെ മ്യൂസിക്കിൽ അഡിക്റ്റ് ആയിട്ട് അവരുടെ പിന്നാലെ വന്നതും അതിനെ അവർ ഉപേക്ഷിച്ചു പോയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ ഓർത്തെടുത്ത് അങ്ങനെ പിയാനോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം അവന്റെ ക്യാപ്റ്റനായി വേഷം ധരിച്ചു വന്ന ആ വില്ലത്തിയുടെ അസിസ്റ്റന്റ് ഒരു സ്ക്വാഡ് എടുത്ത് ഇപ്പൊ ബ്രൂക്കിന് നേരെ ആഞ്ഞു വെട്ടുകയാണ്. പക്ഷെ ബ്രൂക്ക് ആണെങ്കിൽ ഞൊട്ടിയിടയിൽ നിന്ന് അവിടുന്ന് ഇൻവിസിബിളായി മറ്റൊരു ഭാഗത്തേക്ക് മാറും. അവനാണെങ്കിൽ ക്യാഷ്വലായിട്ട് അവരോട് പറയും, എന്നെ അറ്റാക്ക് ചെയ്യുന്ന നിങ്ങൾ ഒരിക്കലും എന്റെ ടീംമേറ്റ്സ് അല്ല. എനിക്കറിയാം ഇത് വെറും ഒരു ഇല്യൂഷൻ ആണെന്ന്. നിങ്ങൾ എന്നെ തകർക്കാനാണ് ഒരു ഇല്യൂഷനിൽ എന്നെ പെടുത്തിയതെന്ന്. ഞാൻ ഒരിക്കലും ഇതിൽ പെട്ടുപോകില്ല എന്ന് പറഞ്ഞ് ബ്രൂക്കും ഇപ്പൊ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. അവരെല്ലാവരും അവനെ റൗണ്ട് ചെയ്തിരിക്കുകയാണ്. ബ്രൂക്ക് അവന്റെ സ്ക്വാഡ് അങ്ങനെ ഊരിയെടുത്ത് അവരെ എല്ലാവരെയും അച്ചറം പൊച്ചറം വെട്ടിയെറിയാണ്. അത് കണ്ട് ആ ക്യാപ്റ്റനായിട്ട് അഭിനയിക്കുന്ന വില്ലൻ ആണെങ്കിൽ ഒരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്ത് വിളിച്ചു പറയും, ബ്രൂക്ക് നീ എന്തായി ചെയ്യണേ? അവരെല്ലാവരും നമ്മുടെ ടീംമേറ്റ്സ് ആണെന്ന് പറയും. കൺട്രോൾ പോയ ബ്രൂക്ക് പല്ല് കടിച്ച് ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ എൻ്റെ ഇമോഷൻസ് വെച്ച് കളിക്കുകയാണല്ലേ? നിങ്ങളെ കൊണ്ട് ഒരിക്കലും എന്നെ ചതിക്കാനായിട്ട് കഴിയില്ല. ഓൾറെഡി എനിക്ക് എൻ്റെ ടീംമേറ്റ്സ് മരിച്ചു പോയി എന്ന് നല്ല ബോധ്യമുണ്ട്. അതിൻ്റെ വേദനയിലാണ് ഓരോ ദിവസവും ഞാൻ ജീവിക്കുന്നത്. സോ അത് തന്നെ ഉപയോഗിച്ച് നിങ്ങൾ എന്നെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ആണെങ്കിൽ നിർത്താതെ അറഞ്ചം പുറഞ്ചം അവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആ നിമിഷം അവന് പഴയ മെമ്മറീസ് ഒന്നൊന്നായി കടന്നു വരികയാണ്. അവർ കപ്പലിൽ എപ്പോഴും ഡാൻസും സംഗീതവും ഡ്രിങ്ക്സും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചതും ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങി നടന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവന്റെ മനസ്സിലേക്ക് വരും. പക്ഷെ അതിനുശേഷം കാര്യങ്ങളെല്ലാം തന്നെ കീഴ്മേൽ മറിഞ്ഞ് അവൻ എല്ലാവരെയും നഷ്ടപ്പെട്ടു. പിന്നീട് അവൻ 50 വർഷം നീണ്ട 50 വർഷം ഒറ്റയ്ക്ക് ഒരേ ഒരു ഐലാൻഡിൽ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നു. മാത്രമല്ല അവന്റെ സോൾ നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ആൾക്കാർ വന്നതും അവന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് അവനെയും അവരുടെ ടീമിൽ കൂട്ടിയത്. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. ബ്രൂക്ക് ആണെങ്കിൽ ഉഷാറായിട്ട് ഓടി ഇപ്പൊ റോബിനോട് പറയും, ഒരു പുതിയ ലൈഫ് തന്നത് ലൂഫിയൻ ടീമാണ്. സോ എന്ത് വില കൊടുത്തും അവരെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ആ വില്ലത്തിയായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ബ്ലാക്ക് മേരിയ വില്ലത്തിയാണെങ്കിൽ അവളുടെ സ്റ്റിക്ക് ഉപയോഗിച്ച് താഴെ മുഴുവൻ തീ അങ്ങനെ സ്പ്രെഡ് ചെയ്യാണ്. അത് കണ്ട് റോബിനാണെങ്കിൽ മുകളിലേക്ക് ചാടി വന്ന് ഒരുപാട് കൈകൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ ബ്രൂക്കിനെ അങ്ങനെ ഇറുക്കി പിടിക്കും. അവൾ ദേഷ്യപ്പെട്ട് ചോദിക്കും, ഈ കാസ്റ്റിൽ നിങ്ങളുടേതല്ലേ? ഇത് കത്തി നശിപ്പിച്ച നിന്നെ വെറുതെ വിടില്ല. പക്ഷെ വില്ലത്തിയാണെങ്കിൽ അപ്പോഴും അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും വീണ്ടും നല്ല ഫോഴ്സിൽ തീ കത്തിച്ചുകൊണ്ടേയിരിക്കും. അതിന് ബ്രൂക്ക് അവന്റെ സോളിനെ അവളുടെ ബോഡിയിലേക്ക് അയച്ച് അവളുടെ ബോഡി തന്നെ ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം ബ്രൂക്ക് ആണെങ്കിൽ ആ ഒരു സ്ഥലം മുഴുവൻ ഐസ് ഉപയോഗിച്ച് ഫ്രീസ് ചെയ്ത് അവർ രണ്ടുപേരും ഇപ്പൊ താഴെ ലാൻഡ് ആവും. ബ്ലാക്ക് മെറിയ അവളാണെങ്കിൽ ഇപ്പോ അവനോട് പറയും, നീ ഇപ്പോൾ ഉള്ള ടീം അത് വളരെയധികം ബാഡായിട്ടുള്ള ടീമാണ്. എൻ്റെ എയിം അത് നീയാണെന്ന് അറിഞ്ഞിട്ടും സാഞ്ചി നിന്നെ എനിക്ക് ഒറ്റ തന്നു. അവളുടെ ടീമിൽ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് ബൗണ്ടിയുള്ള ഒരാളാണ് സാഞ്ചി. അവൻ നിന്നെ എനിക്ക് കാണിച്ചു തന്ന് ഒറ്റ തരികയാണ് ചെയ്തത്. അത് കേട്ട് റോബിൻ അവൾ ഒരു സെക്കൻഡ് ഷോക്കായി അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കും. അടുത്ത നിമിഷം ബ്രൂക്ക് ആണെങ്കിൽ പൊട്ടിച്ചിരിക്കും. സത്യത്തിൽ സാഞ്ചി നമുക്ക് ഇവരെ ഇട്ട് തരികയായിരുന്നു. അതിന് അവള് സ്പെഷ്യലായിട്ട് ചിരിച്ച് ഇപ്പൊ ആ വില്ലത്തിക്ക് നേരെ ഫേസ് ചെയ്ത് നിൽക്കും. അതേസമയം ബ്രൂക്ക് ആണെങ്കിൽ ആ വില്ലന്മാരുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം.
ഇവിടെ റോബിൻ ഇപ്പോൾ ബ്ലാക്ക് മേരിയോട് പറയും, നീ എന്ത് കരുതി നീ മാനിപ്പുലേറ്റ് ചെയ്താൽ ഞാൻ അവനെ അവിശ്വസിക്കുമെന്നോ? സത്യത്തിൽ അവൻ വളരെ കൈൻഡും നല്ലവനുമാണ്. ഇഷ്ടം എന്നെയും റോബിനെയുമാണ്. മാത്രമല്ല ഞങ്ങൾ ടീംമേറ്റ്സിനിടയിൽ നല്ലൊരു ബോണ്ടുണ്ട്. അവൻ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം. അത് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ റോബിൻ ആണെങ്കിൽ ആദ്യമായി അവളുടെ ഫുൾ പവർ അത് അങ്ങനെ റിലീസ് ചെയ്ത് അവളുടെ തന്നെ ഒരു ജയന്റ് രൂപം അങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങും. ആ വില്ലത്തിക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. വാവ്, നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു പറയും റോബിൻ. അവൾ ഞൊട്ടിയിടയിൽ അവളുടെ ജയന്റ് സൈസ് രൂപം ഉപയോഗിച്ച് ഇപ്പൊ അവളെ ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിനവളാണെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ വലിയ വെപ്പൻ വെച്ച് റോബിന്റെ ജയന്റ് ബോഡിയുടെ കയ്യിൽ ഞട്ടിക്കുകയാണ്. അടുത്ത നിമിഷം റോബിന്റെ റിയൽ കയ്യിൽ വലിയൊരു മുറിവ് അതങ്ങനെ ക്രിയേറ്റ് ആയി ചോര തുളുമ്പുകയാണ്. റോബിനാണെങ്കിൽ വേദന കൊണ്ട് പൊളയും. അത് കണ്ട് വില്ലത്തിക്ക് ഭയങ്കര സന്തോഷം. വാവ്, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിന്റെ ഈ ജയന്റ് ബോഡിയിൽ അറ്റാക്ക് ചെയ്ത അത് നിന്റെ റിയൽ ബോഡിയിൽ റിഫ്ലക്ട് ചെയ്യുമല്ലേ? ഓക്കെ, ശരിക്കും നല്ലൊരു ഗെയിമാണെന്ന് പറഞ്ഞ് അവളുടെ വെപ്പനിൽ പോയിസണൊക്കെ അപ്ലൈ ചെയ്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. കട്ട് ചെയ്ത ഇവിടെ ഉണ്ടപ്പെണ്ണും അവർ രണ്ടുപേരും ആ ഉറുകഷിമയിലേക്ക് തന്നെയായിരിക്കും കണ്ണുമ ചുമ്മാ നോക്കി നിൽക്കുക. കാരണം ഉറുകഷിമ ഓൾമോസ്റ്റ് ആ ഫ്ലവർ ക്യാപിറ്റലിന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. അത് ആ ഫ്ലവർ ക്യാപിറ്റലിൽ പതിച്ച അവിടെയുള്ള ജനങ്ങളും പ്രദേശവും എല്ലാം തന്നെ നശിച്ചില്ലാതാവും. നമ്മളിനി എന്ത് ചെയ്യും, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുന്നൊക്കെ ചിന്തിച്ച് അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും ദൂരത്ത് നിന്നായിട്ട് മീറ്റ് വേണം, ഇനിയും മീറ്റ് വേണമെന്ന് പറഞ്ഞ് ഒരു നിലവിളി കേൾക്കുക. അവർക്കാണെങ്കിൽ ആ ശബ്ദം നല്ല പരിചയമുണ്ട്. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് അവർ നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കാണിക്കും. അവിടെയാണെങ്കിൽ ലൂഫി കപ്പലിലുണ്ടായിരുന്ന മീറ്റ് എല്ലാം അങ്ങനെ കടിച്ചു പറിച്ച് തിന്നുകൊണ്ടേയിരിക്കുകയാണ്. എത്രയൊക്കെ കിട്ടിയിട്ടും നമ്മുടെ ചെക്കൻ്റെ ആക്രാന്തം അത് മാത്രം കുറയുന്നില്ല. ആണെങ്കിൽ ഞൊടിയിടയിൽ ആ ഒരു മീറ്റ് എല്ലാം തിന്നു തീർത്ത് വീണ്ടും കയ്യോ എടുത്തിട്ട് അടിച്ച് വാശി പിടിക്കുകയാണ്. എനിക്ക് ഇനിയും മീറ്റ് കഴിക്കണം, എന്റെ വിശപ്പ് മാറിയിട്ടില്ല. അവർക്കാണെങ്കിൽ മതിയുണ്ടാവും. അവർക്ക് കഴിക്കാനുള്ള ഫുഡ് അടക്കം എല്ലാം തന്നെ ഇപ്പൊ ലൂഫിക്ക് കൊടുത്തു കഴിഞ്ഞു. അടുത്ത് എവിടെയെങ്കിലും ഫുഡ് ഉണ്ടോ എന്ന് അന്വേഷിക്കാന്ന് വെച്ചാൽ ഓൾറെഡി നടക്കുന്ന വാറിൽ ഉണ്ടായിരുന്ന ഷോപ്പും വീടുകളും ബിൽഡിങ്ങുകളും എല്ലാം തന്നെ തകർന്നിരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ നിർത്താതെ കരയുമ്പോഴായിരിക്കും നമ്മുടെ മൊമന്റോസ്കി ലൂഫിയെ കണ്ട് ഓടി വന്ന് അവനെ ഹഗ് ചെയ്ത് പൊട്ടിക്കരയുക. ലൂഫി, ഞാൻ കരുതിയത് നീ മരിച്ചു പോയെന്നാണ്. എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞത്. ജീവനോട് കൂടെ കാണാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയും. ലൂഫി ആണെങ്കിൽ പതിയെ കണ്ണു തുറന്ന് മൊമന്റോസ്കിയെ നോക്കും. ആ സമയം ഇവിടെ അസിസ്റ്റൻസ് പറയും, അതെ, ഞങ്ങളാണ് കടലിൽ നിന്ന് അവനെ കണ്ടുപിടിച്ചത്. അതുമില്ലാതെ കടലിന്റെ അടിത്തട്ടിലേക്ക് പോയ ഇവനെ ഞങ്ങള് സബ്മറീനിൽ കയറ്റി ഇവിടെ എത്തിച്ചു. ആവശ്യത്തിന് ഫുഡും കൊടുത്തു. പക്ഷേ ഇവന്റെ ആക്രാന്തം അത് തീരുന്നില്ല. ലൂഫി ആണെങ്കിൽ മൊമന്റോസ്കിയെ സമാധാനിപ്പിക്കുകയാണ്. അതിരിക്കട്ടെ, നിങ്ങളെങ്ങനെ ഇവിടേക്ക് എത്തി? അതിന് മൊമന്റോസ്കി പറയും, എന്നെയും ഉണ്ടപ്പെണ്ണിനെയും ആ കൈഡോ വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. പക്ഷേ ഉണ്ടപ്പെണ്ണ് കറക്റ്റ് സമയത്ത് കൈറ്റ് അത് ക്രിയേറ്റ് ചെയ്ത് എന്നെ സേവ് ചെയ്ത് ഇവിടെ എത്തിച്ചു. ഒക്കിക്യുവെ ആ കാഞ്ചറോ കൊന്നുകളഞ്ഞു. അതുപോലെ തന്നെ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ച കിന്നിനെ ആ കൈഡോയും ഇല്ലാതാക്കി. എന്നെ കൊണ്ട് ഇത് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവനങ്ങനെ നിർത്താതെ കരയുകയാണ്. ലൂഫി ആണെങ്കിൽ മൊമന്റോസ്കി കരയുന്നത് കണ്ട് അവനോട് ദേഷ്യപ്പെടുകയാണ്. ഒന്നും എൻ്റെ ആയിട്ടില്ല, തീർച്ചയായിട്ടും ആ കൈഡോയെ ഞാൻ ഇല്ലാതാക്കും. വെറുതെ കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, എനിക്ക് ഇനിയും ഫുഡ് വേണം. അവനാണെങ്കിൽ ലോഡ് അസിസ്റ്റൻസിനോട് അവന് ഫുഡ് കൊണ്ടുവരാനായിട്ട് പറയും. ആണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. യു ആർ അൺബിലീവബിൾ. ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡ് കൂടെ നിനക്ക് തന്നു കഴിഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഫുഡ് അവൈലബിൾ ആണോ എന്ന് ഞങ്ങൾ ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് പേര് അവിടുന്ന് കടന്നു പോകും. അപ്പൊ ലോങ് ഷോട്ടിൽ കരീബു വില്ലൻ ഇപ്പൊ ലൂഫിയെ ശ്രദ്ധിക്കും. അവന് ലൂഫി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നൊരാഗ്രഹമുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ലൂഫി സേഫ് ആണെങ്കിൽ മാത്രമേ അവനും അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയൂ. സോ ലൂഫി എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞ് അവൻ എന്തൊക്കെയോ കാര്യമായിട്ട് ആലോചിക്കും. കരീബു ആണെങ്കിൽ ഞൊട്ടിയടയിൽ ആ സോൾജേഴ്സിന്റെ അടുത്തേക്ക് വരും. നിങ്ങൾക്ക് ആവശ്യം ഇതെല്ലാം ചോദിച്ച് അവൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് ഫുഡ് ഐറ്റംസ് അവർക്ക് മുൻപിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ലൂഫി അവൻ മൊമന്റോസ്കിയോട് പറയും, നീ എത്രയും വേഗം നിന്റെ ഡ്രാഗൺ ഫോമിലേക്ക് മാറണം. അതിനുശേഷം എത്രയും വേഗം എന്നെ കൈഡോയുടെ അടുത്തേക്ക് എത്തിക്കണം. എനിക്ക് അവനെ തകർക്കണം എന്ന് ലൂഫി ടെററായി പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.